ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, പിശാച് ശരിക്കും ആരാ ഈ പിശാചിനുണ്ടാക്കിയത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിള് പറയുന്നതനുസരിച്ച് ദൈവമാണ് സൃഷ്ടികർത്താവ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവ്. അങ്ങനെയാണെങ്കിൽ പിശാചുണ്ടെങ്കിൽ അതിൻ്റെയും സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോഴൊരു ചോദ്യം വരും, ദൈവം നല്ല ദൈവമല്ലേ? ഈശോ പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്ന പിതാവ് എന്നൊക്കെയാണ്. അപ്പം ഇത്രയും നല്ല ദൈവം എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഇത്രയും ദുഷ്ടനായിട്ടുള്ള പിശാചിനെ സൃഷ്ടിക്കുക? അതൊരു ചോദ്യമല്ലേ? ഇവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ദൈവം ജീവികളെ സൃഷ്ടിക്കുമ്പോൾ അവയ്ക്ക് സ്വാതന്ത്ര്യം കൂടി നൽകുന്ന സ്നേഹസമ്പന്നനായ അപ്പനാണ്. അതുകൊണ്ട് ദൈവം ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഹിറ്റ്ലറെ സൃഷ്ടിച്ചതും ദൈവമാണ്, ഗാന്ധിജിയെ സൃഷ്ടിച്ചതും ദൈവമാണ്, ബിൻ ലാദനെ സൃഷ്ടിച്ചതും ഇതേ ദൈവം തന്നെയാണ്, മദർ തെരേസയെ സൃഷ്ടിച്ചത്. പക്ഷേ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ചിലർ നന്മ തിരഞ്ഞെടുത്തു, ചിലർ തിന്മ തിരഞ്ഞെടുത്തു. അത് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നല്ല അപ്പനായതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ശരീരമുള്ളവരാണ് നമ്മൾ മനുഷ്യർ. എന്നാൽ ഭൗതിക ശരീരമില്ലാത്ത ആത്മീയ ശക്തികളുണ്ട്. കാരണം ദൃശ്യവും അദൃശ്യമായ ശക്തികളുണ്ട്. അങ്ങനെ നമ്മളെപ്പോലെ ഭൗതിക ശരീരമില്ലാത്ത ആത്മീയ ജീവികളെയാണ് നമ്മൾ മാലാഖമാർ എന്ന് പറയുക. അവരിലും ഈ സ്വാതന്ത്ര്യപ്രകാരം ദൈവത്തിൽ നിന്ന് അകന്നുപോയി തെറ്റ് ചെയ്ത മാലാഖമാർ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നിബന്ധിച്ച മാലാഖമാരുണ്ട്. അവരെയാണ് വചനം പിശാചെന്ന് പറയുക. ഈശോ തന്നെ പിശാചുക്കളെ പുറത്താക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഒരിക്കൽ തെറ്റ് ചെയ്ത് തെറ്റിപ്പോയി പൈശാചിക ബന്ധനത്തിലായ മാലാഖമാർ, അവർക്ക് പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം അവർക്ക് നമ്മെപ്പോലെ ശരീരമില്ല. നമുക്കായാലും അനുതപിക്കാൻ പറ്റുന്ന ഈ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലമാണ്. ഈ ശരീരം വിട്ടുപോയാൽ ഈശോ പറയുന്ന പോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗ്ഗദൂതന്മാരെ പോലെ ആയിരിക്കും എന്നാണ് ഈശോ പറയുക. അപ്പോൾ ഈ സ്വർഗ്ഗദൂതന്മാർ ദൈവത്തിൽ നിന്ന് അകന്നു പോയി നിബന്ധിച്ച മാലാഖമാരാണ്. അവയ്ക്ക് പിന്നീടൊരു തിരിച്ചുവരവില്ല. പക്ഷെ അവർ നമ്മളെ സ്വാധീനിക്കും. ഈ ദൃശ്യം അദൃശ്യമായ സകല ലോകങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു ഹിറ്റ്ലർ എത്രയോ ആളുകളുടെ നാശത്തിന് കാരണമായി. അപ്പോൾ അവർ നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കണം. ഇപ്പോൾ ഈ പിശാചിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.